എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയശ്രീ, സ്ഥലം കുറിച്ചുതാനം. ദൈവാനുഗ്രഹം എന്നുള്ള ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും എന്നെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവന്നത് NTC റാങ്കിൽ നിൽക്കുന്ന അൽകുമാർ സാറാണ്. കാരണം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത എന്നെ ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റിയത് സാറിൻ്റെ എന്നിലുള്ള കഴിവ് സാറിന് മനസ്സിലായി. ആ ഒരു കഴിവുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിലായത് തന്നെ. പക്ഷേ എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്. കാരണം ഫാമിലിയായിട്ട് ഞാൻ ബാധ്യത ഉള്ള സമയത്താണ് ഈ ഒരു അവസരത്തിൽ വരുന്നത്. അന്നേരം വീട്ടിൽ നിന്ന് ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു. എന്നിട്ടും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അതിൻ്റെ റിസൾട്ട് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സത്യസന്ധമായ ചെറിയ തെറ്റുകൾ ചെയ്യാം എന്ന് പറഞ്ഞല്ലേ. ഹസ്ബൻഡ് അറിയാതെ ഞാൻ കുടുംബശ്രീ എന്ന ലോൺ എടുത്ത് കുറച്ച് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. അതും അൻസാറിന്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ആവശ്യക്കാർ ചോദിക്കുമ്പോൾ സാർ തരുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത്. അതുപോലെ പ്രോഡക്റ്റ് എടുക്കാനുള്ള പൈസ പോലും ഓരോ കഫ്നില്ലിന്റെ ബ്ലഡ് പ്യൂരിഫിനെ കുപ്പിക്കകത്ത് ആക്കി, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും ചങ്ക് പൊട്ടുന്നുണ്ട്. കുപ്പിക്കകത്ത് ആക്കി ഇത് സാറ് പ്രോഡക്റ്റ് ചോദിച്ചു, അതുകൊണ്ട് സാറിന് പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഫാമിലി സപ്പോർട്ട് ആയി കഴിഞ്ഞപ്പോൾ എവിടെയും നമുക്ക് ഇൻകമാണ് പ്രശ്നം. ശരിക്കും പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമ്മളിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു. അവർക്കും ആവശ്യമായി. അന്നേരം ശരി കോവിഡ് സമയത്ത് വന്നതോടുകൂടി കേറ്ററിംഗ് മേഖല മൊത്തം ഡിമായി. ഒരു നിവൃത്തിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാൻ പോലുള്ള ബുദ്ധിമുട്ട് ആ രീതിയിലേക്കായി. അന്നേരം തുടക്കം തന്നെ സാറ് പറഞ്ഞു, ഇപ്പോൾ ഈ ലക്ഷങ്ങൾ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചെറിയ തുക കാണിച്ചു കഴിഞ്ഞാൽ ഒട്ടും സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു സമയമുണ്ട്. എന്താണേലും സാറ് പറഞ്ഞ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇൻകം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പോയി ക്യാഷ് എടുത്തത്. അന്നേരമാണ് ഫാമിലി സപ്പോർട്ട് കിട്ടിയത്. അന്ന് വരെ കാരണം ഇന്നിവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് എന്താണേലും ഇപ്പം ഹസ്ബൻഡ് എന്നെ വിട്ടു പോയി എങ്കിലും ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഒരു വഴി കാണിച്ചു തരും. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ മനസ്സുകൂട്ടി സന്തോഷിക്കുന്നുണ്ട് ഈ അവസരത്തിൽ വന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിലായാലും. പക്ഷേ എന്നെ അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ലീഡേഴ്സും എൻ്റെ കൂടെയുള്ളവരും. കാരണം 2 മാസം ഞാൻ അമൃതയിൽ കഴിഞ്ഞ അവസരത്തിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ടീമിലുള്ള എൻ്റെ ലീഡേഴ്സും എൻ്റെ അംഗങ്ങളുമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അതുപോലെ തന്നെ 1 വർഷം ഞാൻ ഫീൽഡിൽ ഇറങ്ങാതിരുന്നപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ആഴ്ചതോറും ഇൻകം വന്നുകൊണ്ടിരുന്നു. അതുപോലെ ആയപ്പോഴത്തേക്ക് നമുക്ക് ദൈവം നമ്മുടെ മുന്നിൽ നേരിട്ട് വന്ന പോലെ ശരിക്കും അൻസാറാണ് എന്നെ ഈ അവസരം പറഞ്ഞു തന്നത്. ഒരു ദൈവദൂതൻ എല്ലാവരും നമുക്ക് പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ശരിക്കും ആ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന പുതിയ മെമ്പേഴ്സ് ആരുടെ ടീമിലുള്ളവരായാലും ആരായാലും അവർ ഏറ്റെടുത്ത് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. എൻ്റെ മക്കളാണേലും അമ്മ ധൈര്യമായിട്ട് പോകും. പറയുന്നത് എന്നെ സമയമില്ലെന്നറിയാം. എങ്കിലും പുതിയതായിട്ടുള്ളവരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നോട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും എന്ത് നേരി പറഞ്ഞില്ല, മറ്റുള്ളവരോട് പറഞ്ഞു. ആള് പോയിട്ട് ഇത്രേ ആയുള്ളൂ. എങ്കിലും അവള് വേഷം കെട്ടി കാരണം എൻ്റെ മക്കളെന്നേരം എന്നോട് പറഞ്ഞു, അമ്മ മുമ്പോട്ട് വിഷമിക്കണ്ട, അമ്മ മറ്റുള്ളവരല്ല നമ്മള് മുന്നോട്ട് പോകാനുള്ള. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കും. അമ്മ ഒന്നുകൊണ്ട് പേടിക്കുന്ന, ഏറ്റെടുത്ത് ചെയ്യും. നമുക്ക് മുന്നോട്ട് ജീവിക്കണം. അതിനുള്ള അവസരമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അത് ഇതെങ്ങനെ ചെയ്യാൻ ആദ്യം ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പറ്റുന്നത്
ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് മാർഗ്ഗം ഈശ്വരൻ നമ്മുടെ കയ്യിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എത്തേണ്ട ലക്ഷ്യം എവിടെയാണോ അവിടെ നമ്മൾ എത്തണം. കാരണം എനിക്ക് സ്നേഹപരമായ ഒത്തിരി വാശികളുണ്ട്. എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒത്തിരി പേര് എന്നെ കളിയാക്കിയവരും ഇപ്പോൾ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് മാർഗം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഏറ്റെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ ചിന്ത. അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക. എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകും. കാരണം എൻ്റെ അവസ്ഥ